ചിന്തിക്കണേ പ്രിയപ്പെട്ടവര്, ഈ വിഷയം നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണേ. അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുന്നു, ഇബ്രാഹിം നബിയേ നാല് പക്ഷികളെ നിങ്ങൾ വിളിക്കുമോ? ആ പക്ഷികളെ നിങ്ങളുമായിട്ടൊന്ന് ഇണങ്ങിച്ചേരട്ടെ. അള്ളാന്റെ വാക്കത്ര ഗൗരവമുള്ളതാണ്. ആ നാല് പക്ഷികളെ നിങ്ങളുമായിട്ട് മാനസിക അടുപ്പം വരട്ടെ, നിങ്ങളുമായിട്ടൊന്ന് ഇഴകിച്ചേരട്ടെ, ഒന്ന് ഇണങ്ങിച്ചേരട്ടെ. എന്നിട്ട് നിങ്ങളില്ലാതെ ആ പക്ഷികളൊക്കെ ഇരിക്കാൻ കഴിയൂല. നിങ്ങളുടെ തലവട്ടം കാണാതെ പക്ഷികള് ഭക്ഷണം കഴിക്കൂല. നിങ്ങളുടെ വിളി കേൾക്കുമ്പോ പക്ഷികളെ തലപൊക്കി നോക്കുന്നു. അത്ര നിങ്ങളുമാകിട്ട് ആ പക്ഷികളൊന്ന് ഇടകലരട്ടെ, അപ്പുറ സ്നേഹത്തിലാകട്ടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലാഹു പറയുന്നു, ഇബ്രാഹിം നബിയെ ഒരു ദിവസം നാല് പക്ഷികളെയും നിങ്ങൾ അറുക്കണേ. എന്നിട്ട് അതിന്റെ മാംസം എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടണേ. എന്നിട്ട് അല്ലാഹു ഖുർആനിലൂടെ മുഹമ്മദ് നബിയോട് പറയുകയാണ്, ഇബ്രാഹിം നബിയോട് ഞാൻ പറഞ്ഞു, അല്ലാഹു പറയുകയാണ്, ആ പക്ഷികളുടെ ആ പക്ഷികളുടെ ശരീരം എല്ലാം കൂടെ മാംസം ഒരുമിച്ച് കൂട്ടിയിട്ട് ആ പക്ഷികളുടെ ശരീരഭാഗങ്ങള് പരസ്പരം നിങ്ങൾ കൂട്ടിക്കലട്ടിയിട്ട് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നാല് പക്ഷികളെ പിടിച്ചുകൊണ്ട് നിങ്ങൾ അറുത്ത് അതിന്റെ മാംസം ഇളക്കി മറിച്ചിട്ട് നാല് പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവെക്ക്, നാല് മലമുകളിൽ കൊണ്ട് നിങ്ങൾ വെക്ക്. എന്നിട്ട് നിങ്ങൾ താഴെ വരിക. എന്നിട്ട് നിങ്ങൾ അറുത്ത നാല് ഭാഗത്ത് നാല് പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവച്ച നിങ്ങൾ അറുത്ത നിങ്ങളുടെ പക്ഷിക്കൂട്ടങ്ങളില്ലേ, ആ പക്ഷിക്കൂട്ടങ്ങളെ ഒന്ന് വിളിച്ചു നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സുമ്മദ്ഉഹുന്ന യതീനക സഅയോ. ഒന്ന് വിളിച്ചു നോക്ക്, അത് പാറി പാറി നിങ്ങളുടെ മുമ്പിൽ വരുമെന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹു ലൈവായി കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഇബ്രാഹിം നബി റബ്ബിന്റെ ഖലീലോ, അല്ലാഹുവിന്റെ ഖലീലോ, അല്ലാഹുവിന്റെ കൂട്ടുകാരനാണ്. സർവ്വസമം റബ്ബിന് വേണ്ടി ഇബ്രാഹിം നബി സമർപ്പിച്ചപ്പോ അല്ലാഹു ഇബ്രാഹിം നബിക്ക് ലൈവായി കാണിച്ചു കൊടുക്കുകയാണ്. ഒരു പ്രൊജക്ടറിലൂടെ കാണും പോലെ അല്ലാഹു നേരിട്ടങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി നാല് പക്ഷികളെ പിടിച്ചു, അതിന് മാനസികമായിട്ടൊന്ന് ഇണക്കി ചേർത്തു. എന്നിട്ട് അതിനെ അറുത്തു. എന്നിട്ട് അതിന്റെ മാംസം ഇളക്കി മറിച്ചു. എന്നിട്ട് നാല് പർവ്വതത്തിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് താഴെ വന്നു. എന്നിട്ട് പക്ഷികളെ വിളിച്ചു, അല്ലാഹുവേ മരിച്ചുപോയ ജീവികൾ എങ്ങനാ വരുന്നതെന്ന് ഇബ്രാഹിം നബി നേരിട്ട് കാണുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബിയോട് പറഞ്ഞതെന്താണ്? ഇബ്രാഹിം നബിയോട് പറഞ്ഞ കാര്യം ഖുർആൻ നമ്മളോട് പറഞ്ഞത്. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞത്, ഈ പുനരുജ്ജീവനത്തിന്റെ പുനരുജ്ജീവിതത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഏറ്റവും വലിയ തെളിവായി അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് നാല് പക്ഷികളെ പിടിക്കാനാണ്. നാല് പക്ഷികളെ പിടിച്ചാലും മാത്രം പോരാ, മറിച്ച് ആ പക്ഷികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമോ? ആദ്യമായിട്ട് അല്ലാഹു പറഞ്ഞത് നാല് പക്ഷികളെ പിടിച്ചിട്ട് നിങ്ങൾ അറുക്കാനല്ല. പിന്നെന്താ പറഞ്ഞത്? പിന്നെന്താ പറഞ്ഞേ? അതുമായിട്ടൊന്ന് മാനസികമായിട്ട് ഇണങ്ങിച്ചേരും, ഒന്ന് ഇണങ്ങിച്ചേരട്ടെ. നമ്മളിപ്പോ ഉളുഹിയ അറുക്കാറുണ്ട്. ഇവിടെ ഉളുഹിയ ഇല്ലേ? നല്ലതുപോലെ ഉളുഹിയ അറുത്തു കൊടുക്കും. അത് ആരറക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അറക്കും. അത് കാരണം എന്താണ്? നമുക്ക് അത് വളരെ പുണ്യമാണ് എന്ന് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഉളുഹിയ കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല, പൊതുവെ ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കമ്പോളത്തിൽ ചെല്ലും, ഒരു മൃഗത്തെ വാങ്ങും. ഉളുഹിയ അറുക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പോളത്തിൽ ചെല്ലും. ആ കമ്പോളത്തിൽ ചെന്നിട്ട് ഒരു മൃഗത്തെ വാങ്ങും. ആ മൃഗത്തെ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് പെരുന്നാൾ ദിവസത്തിന്റെ പകലിൽ അങ്ങ് അറുക്കും. നമുക്കെന്ത് വേദന അത് അറുത്ത് കൊടുക്കുമ്പോ, നമുക്കെന്ത് സങ്കടം അല്ലേ? അറുത്ത് കൊടുത്തിട്ട് ഒരു 1/2 കിലോ അല്ലെങ്കിൽ 2 കിലോ ആർക്കെങ്കിലും ഹദിയ കൊടുക്കും. ഇവിടത്തെ കാര്യമല്ല, പൊതുവെ ഞാൻ പറയാൻ. എന്നിട്ട് ബാക്കി എല്ലാം കൂടെ കൊണ്ടൊന്ന് ഫ്രിഡ്ജിനകത്ത് തള്ളിക്കയറ്റി വെക്കും. കാരണം എന്താ? ഞാൻ ഉളുഹിയ കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഈ വലിയ പെരുന്നാളിന് കിട്ടിയ ഉളുഹിയയുടെ ഷെയർ അറച്ച് തീരാത്ത വീടുകൾ ഇപ്പോഴും ഉണ്ട്. ഈ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇറച്ചി കൊണ്ടുവച്ചു, പൊരിച്ച ഇറച്ചി, ബീഫ് പൊരിച്ചിട്ട് കൊണ്ടുവച്ചു, ഫ്രൈ.
ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കാറില്ല, ഞാനിപ്പോ കുറച്ചേ കഴിക്കൂ. അപ്പൊ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി? അത് കഴിഞ്ഞ ഉളുഹിയക്ക് ഇരുന്ന സാധനമാണ്, കാരണം തീരുന്നില്ല. കുറെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ബാക്കി കവറിൽ കെട്ടിയിട്ട് കിണറ്റിനകത്ത് ഇറക്കിയിട്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇല്ലാതായി പോകാതിരിക്കാൻ. പാവങ്ങൾക്ക് കൊടുക്കും, അത് കൊടുക്കൂല. ഷെയർ എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോവുകയാണ്. എന്ത് വേദനയാണ് നമുക്ക് ഉളുഹിയ മൃഗത്തെ ഇറക്കുമ്പോൾ ഉണ്ടാവുക. എന്താ ചെയ്യേണ്ടത് യഥാർത്ഥത്തില്? നീ ഒരു മൃഗത്തെ വാങ്ങി വീട്ടിൽ നിർത്ത്, എന്നിട്ട് നീ അതിനെ കുളിപ്പിക്കും, എന്നിട്ട് നീയുമായിട്ട് അത് നല്ല മാനസിക പൊരുത്തം വരട്ടെ. നിന്നെ കാണുമ്പോ അത് വിളിക്കട്ടെ. അതിന് വെള്ളം കുടിക്കണം തോന്നുമ്പോ ആര് കൊടുത്താലും കുടിക്കില്ല, നീ കൊടുത്താലേ കുടിക്കൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില സഹോദരിമാർക്ക് ഭർത്താവ് മരിച്ചാലും സങ്കടമൊന്നും വരൂല, പക്ഷേ വീട്ടിലെ മുട്ടയിടുന്ന കോഴി ചത്തുപോയ സങ്കടമാണ്. കാരണം എന്താണ്? അതുമായിട്ട് അത്ര അടുപ്പത്തിലാണ്. ചില വീടുകളിൽ പൂച്ചക്കുട്ടികളുമായിട്ട് ചില സഹോദരിമാർക്ക് വലിയ ചങ്ങാത്തുവാ. ആ പൂച്ചക്കുട്ടി ചത്തുപോയാൽ പിന്നെ 10 കൊല്ലത്തേക്ക് ഭക്ഷണം കഴിക്കൂല. ഇത് ചിലരുടെ ഒരു സ്വഭാവമാണ്. ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ കുറച്ച് ഈ 4 പക്ഷികളുമായിട്ട് ഒരു അടുപ്പുണ്ടാക്കി, എന്നിട്ട് ഉളുഹിയ ചെയ്യേണ്ടത് അങ്ങനെയാണ്. നമ്മളൊരു മൃഗത്തെ വാങ്ങി വീട്ടിൽ നിർത്തി ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് കുളിപ്പിച്ച് കാണുമ്പോ തക്ബീർ ചൊല്ലി തഴുകി തലോടി അതിനെ നല്ലതുപോലെ ബഹുമാനിച്ച് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാനുള്ള സാധനമാണ്. അതിനെ ബഹുമാനിച്ച് ഒരു ദിവസം ഉളുഹിയ ദിവസത്തിന്റെ അന്ന് നിങ്ങൾ കൊണ്ടുപോയി അതിനെ അറുക്കുമ്പോൾ, ആ അറുക്കുന്ന മൃഗം പിടയ്ക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പിടയ്ക്കണം. ആ മൃഗത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം നിലത്ത് വീഴുമ്പോൾ നിങ്ങളുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകണം. കാരണം എന്താണ്? ഇന്നലെ വരെ ഞാൻ വെള്ളം കൊടുത്ത എന്റെ മൃഗമാണ്. ഇന്നലെ വരെ എന്നെ കാണുമ്പോൾ തലപൊക്കിയിട്ട് വാലാട്ടിയിട്ട് എന്നെ കരഞ്ഞു പോയ എന്റെ മൃഗമാണ്. ആ മൃഗത്തിന് ഞാൻ വെള്ളം കൊടുത്തു, ആ മൃഗത്തിന് ഞാൻ ഭക്ഷണം കൊടുത്തു. എന്റെ തലവെട്ടം കാണുമ്പോൾ എന്നെ മാടി വിളിച്ച എന്റെ മൃഗമാണ്. ഇപ്പൊ ഇതാ അറുക്കാൻ പോകുന്നു. അപ്പോഴാണ് മനസ്സിനകത്തൊരു നൊമ്പരം വരിക. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അറുത്ത് കൊടുത്തതുപോലുള്ള വേദന വരിക. ഇതങ്ങോട്ട് ചന്തയിൽ പോയി ഒരു മാർക്കറ്റിൽ പോയി മൂരിയെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു മൃഗത്തെ വാങ്ങിക്കൊണ്ടുവന്ന് പിറ്റേ ദിവസം അങ്ങോട്ട് അറുത്ത് കൊടുത്തിട്ട് പറയുന്നു ഞാൻ ഉളുഹിയ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിക്ക. എന്ത് ഉളുഹിയ? ഇതൊന്നും ഉളുഹിയാവൂല. കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്നും പഠിക്കാറില്ല. മദ്രസയിൽ പഠിക്കുമ്പോൾ മാത്രം നിസ്കരിക്കാൻ പള്ളി കയറിയ ഒരു പയ്യൻ വളർന്നു വന്നു. അവന്റെ വാപ്പ മരിച്ചപ്പോ പള്ളിയിൽ വന്നു മൈദ നിസ്കരിക്കാൻ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കൂട്ടുകാരോട് ചോദിച്ചു, അല്ലളിയാ പണ്ടൊക്കെ ഈ നിസ്കരിക്കുമ്പോ നിൽക്കുകയും കുനിയുകയും ഇരിക്കുകയും ചെയ്യുമായിരുന്നല്ലോ, ഇപ്പൊ അതൊന്നും ഇല്ലേ? ആലോചിച്ച് നോക്കി. പണ്ട് മദ്രസയെ പഠിപ്പിച്ചപ്പോഴ് നിസ്കരിച്ച ഒരാളാണ്. പിന്നെ അവൻ പള്ളി കയറിയിട്ടില്ല. പിന്നെ അവൻ കയറുന്നത് വാപ്പാടെ മയ്യത്ത് കൊണ്ട് വെച്ചപ്പോഴാണ്. അവിടെ കയറി പുറത്തു നിന്നു, പുറകിൽ നിന്ന് കൈകെട്ടി ഇമാമ നിസ്കരിച്ചു. ആരാ നിൽക്കുന്നത്? നിങ്ങൾ നിന്നാ മതി, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഇമാമ നിസ്കരിച്ചു. പുറകിൽ നിന്ന് നിസ്കരിച്ച സഹോദരൻ അടക്കം കഴിഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല പണ്ടൊക്കെ ഈ നിസ്കരിക്കുമ്പം കുനിയേൻ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ, ഇപ്പൊ അതൊന്നും ഇല്ലേ? കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അത്ര വിവരമാണ് നമുക്കുള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന വിഷയം, ഇവിടെ ഇബ്രാഹിം നബിക്ക് അള്ളാഹു ലൈവായിട്ട് കാണിച്ചു കൊടുത്തു, അതൊക്കെ ശരിയാ. പക്ഷെ എന്റെ വിഷയം അതല്ല. ആ 4 പക്ഷികൾ ഏതായിരുന്നു? ഇബ്രാഹിം നബി അറുത്ത 4 പക്ഷികളില്ലേ? നമുക്ക് ഇവിടെ വെച്ച് ഈ 4 പക്ഷികളെ ഇപ്പൊ അറക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പേടിയാവുന്നു. 4 പക്ഷികളെയും എന്റെ പെങ്ങളെ ഇവിടെ വെച്ച് അറുത്ത് കളയണം. ഉസ്താദെ കത്തിയെടുത്തില്ല, വേണ്ട, കത്തി ഞാൻ പറഞ്ഞുതരാം. അറക്കേണ്ട പക്ഷികളെ ഞാൻ പറഞ്ഞുതരാം, അറക്കേണ്ട രീതിയും പറഞ്ഞുതരാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഇവിടെ നമ്മൾ അറുത്ത് കളഞ്ഞിട്ട് പോകണം. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞ 4 പക്ഷികൾ ഏതാണ്? 4 പക്ഷികളെ പിടിച്ചറുക്കാൻ പറഞ്ഞല്ലോ, ആ പക്ഷികൾ ഏതാണ്? മഹാരഥന്മാര് പറയുകയാണ്, ആ 4 പക്ഷികളേതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവച്ച ആ 4 പക്ഷികൾ ഏതെന്നറിയുമോ? ഇബ്രാഹിം നബി അറുത്തു കളഞ്ഞ 4 പക്ഷികൾ ഏതെന്നറിയോ? ഇബ്രാഹിം നബിയല്ലേ നമ്മുടെ ചര്യ, ഇബ്രാഹിം നബിയുടെ ചര്യയല്ലേ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 4 പക്ഷികളെ പിടിച്ചറുത്തു കൊടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമുക്ക് മറക്കാൻ 4 പക്ഷികളെ ഇബ്രാഹിം നബി അറുത്ത 4 പക്ഷികൾ ഏതൊക്കെയാണ്? അർബഅത്തുൻ മീനതു യൂരി തയ്യറു തൗസുനാദി കുനഗുറാബുൻ നസ്റു. അർബഅത്തുൻ മീനതു യൂരി തയ്യറു തൗസുനാദി കുനഗുറാബുൻ നസ്റു. കിബ്റുൻ വശഹവാതുൻ വഹിർസുൻ വൽഉജബ് ഫഹാദിഹി أخلاق أصحاب الكثير.
എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, അടിഞ്ഞാലം എന്ന് പറയുന്ന ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഹദിയാലം എന്ന പേരല്ലേ അടിഞ്ഞാലായി മാറിയത്? ഹദിയാലം എന്ന പേരല്ലേ പിന്നീട് ലോപിച്ച് ലോപിച്ച് അടിഞ്ഞാലായി മാറിയത്? ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നാടെന്ന് പറയാ. ചില നാടുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് വാക്കിന്റെ മനോഹാരിതയ്ക്ക് പറയുന്നതാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ അടിഞ്ഞാലം ഈ പ്രദേശത്ത് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, അന്വർത്ഥമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് റിയലാണ്, അത് സത്യമാണ്, അത് ഹക്കാണ്. ഇവിടെ ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾക്കറിയുമല്ലോ, ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന അടിഞ്ഞാലം എന്ന പ്രദേശത്താണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 4 പക്ഷികൾ ഏതെന്നറിയുമോ? 4 പക്ഷികൾ ഏതെന്നറിയോ? അർബഅത്തുൻ മീനതു യൂരി തുയറോ താഉസുനാദികുൻ ഗുറാബുൻ നസ്റോ. 4 പക്ഷികളെയാണ് ഇബ്രാഹിം നബി അറുത്തു കൊടുത്തത്. ഏത് പക്ഷികളെന്നറിയോ? ഒന്ന് താഊസ്, അത് മയിലാണ്. മയിലിനെയാണ് ഇബ്രാഹിം നബി അറുത്തത്. മറക്കല്ലേ മറക്കല്ലേ. രണ്ടാമത്തതോ ദീക്കുന്, കോഴിയാണ്. മൂന്നാമത്തത് ഖുറാബുന്, കാക്കയാണ്. നാലാമത്തെ നസ്റുന്, പരുന്താണ്. ഈ 4 പക്ഷിയാണ് ഇബ്രാഹിം നബി അറുത്തു കൊടുത്തത്. ഉലമാക്കള് പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അതിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചു പോയ നിപുണന്മാരായ ഇൽമിന്റെ വിഷയത്തിൽ നൈപുണ്യം നേടിയ പാണ്ഡിത്യത്തിന്റെ ഏറ്റവും വലിയ പരമോന്നതി കീഴടക്കിയ പണ്ഡിത മഹത്വങ്ങള് പറയുകയാണ്, ഈ 4 ജീവികള് ഇബ്രാഹിം നബി അറുത്തു കൊടുത്തെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഈ 4 പക്ഷികളുടെ സ്വഭാവം അവിടത്തെ അനുയായികളായ ഇന്നത്തെ മനുഷ്യന്റെ മനസ്സിനകത്തുണ്ട്. ഈ 4 പക്ഷികളുടെ സ്വഭാവം ഇന്ന് നമ്മുടെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് അതിനാല് ഒരുമിച്ച് കൂടിയ, കാഞ്ഞങ്ങാട് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, ഇവിടെ വെച്ച് അറുത്ത് കളഞ്ഞൂടെ 4 പക്ഷികളുടെ സ്വഭാവത്തെ? ഏതൊക്കെയാണ്? ഒന്ന് മയിലാണ്, രണ്ടാമത് കോഴിയാണ്, മൂന്നാമത് കാക്കയാണ്, നാലാമത് പരുന്താണ്. മറക്കല്ലേ മറക്കല്ലേ. ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ ചോദിക്കും ഏതാണ് അടുത്ത പക്ഷിയെന്ന്. മറക്കാതെ കേട്ടിരിക്കണേ. ഒന്ന് മയിലാണ്, 2 കോഴിയാണ്, മൂന്നാമത്തത് കാക്കയാണ്, നാലാമത്തത് പരുന്താണ്. ഈ 4 പക്ഷികളുടെയും സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അന്തർലീനമായി കിടക്കുകയാണ് 4 പക്ഷികളുടെ സ്വഭാവം എന്ന് പഠിപ്പിച്ചത് മഹാരഥന്മാരാണ്. പ്രിയപ്പെട്ടവര്, ഏതൊക്കെയാണ് സ്വഭാവം എന്നറിയോ? ഹിബ്റുന് വശഹവാതുന് വഹിർസുന് വൽഉജുബ് ഫഹാദിഹി അഖ്ലാഖു അസ്ഹാബിൽ കദീബ്. 4 സ്വഭാവങ്ങൾ നമ്മളിൽ അന്തർലീനമാണ്. എന്റെ പെങ്ങളെ, 4 സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് അറുത്തു കളയണേ ചെറുപ്പക്കാരികളെ.